പാർട്ടിക്ക് പരിഗണിക്കാൻ പറ്റുമോ? എല്ലാവരെയും കൂടെ മുന്നണിക്ക് പരിഗണിക്കാൻ പറ്റുമോ? പലതരത്തിലുള്ള പരിഗണനകൾ വേണ്ടിവരും. അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും പരിഗണിക്കാൻ പറ്റില്ല. ഒരാൾക്കല്ലേ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർ സ്വാഭാവികമായും പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ, മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നിൽക്കുകയാണ് വേണ്ടത്. ഇതുകൊണ്ട് അവസാനിക്കുകയല്ല. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി നിന്നാൽ, മുന്നണിക്ക് വേണ്ടി നിന്നാൽ നാളെ തീർച്ചയായും ഗൗരവമായ പരിഗണന പാർട്ടി നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ കാവാലത്തും ചുരുക്കം ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. ഇവിടെ 9ാം വാർഡ് കേരള കോൺഗ്രസിന് നൽകിയിട്ടുള്ള വാർഡ് എന്താ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. കേരള കോൺഗ്രസിന് നൽകിയിരിക്കുന്നതിന്റെ സാഹചര്യം എന്താ? നീലമ്പേരൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 3 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. അന്ന് 2 സീറ്റാണ്, ഇത്തവണ 2 സീറ്റാണ് കേരള കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്. വെളിയനാട് പഞ്ചായത്തിൽ 4 സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു. 3 സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസിന് കൊടുത്തു. 1 സീറ്റ് കോമൺ കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ സംയുക്തമായിട്ട് നിർത്തിയിട്ടു. അപ്പൊ ആ നിലയിൽ കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും അവരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. തീർച്ചയായും എണ്ണം കുറച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടർ കെ.സി. ജോസഫ് ഉൾപ്പെടെ, ജോസ് കെ മാണി ഉൾപ്പെടെ വിട്ടുപോയതിന് ഞാൻ തുറന്നു പറയുക കാര്യങ്ങൾ. നമ്മുടെ കുടുംബമാണിത്, അതുകൊണ്ട് തുറന്നു പറയുക. അതിന്റെ പേരിൽ എണ്ണം കുറച്ചിട്ടുണ്ട്. പക്ഷേ കാവാലം പഞ്ചായത്തിൽ പിന്നെ 1 സീറ്റാണ്, ഒറ്റ സീറ്റ്. 3 സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്. അത് 1 സീറ്റ് പോലും നൽകുകയില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. പക്ഷേ UDF ജില്ലാ കമ്മിറ്റി, ജില്ലാ തലത്തിലുള്ള UDF കമ്മിറ്റിയാണ് 1 സീറ്റ് അവർക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 9ാം വാർഡിൽ കേരള കോൺഗ്രസിന് ആ സീറ്റ് ലഭിച്ചത്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാരവാഹികൾ അതിൽ നിന്ന് പിന്മാറണം. എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, കോൺഗ്രസിന്റെ ഭാരവാഹികൾ അതിൽ നിന്ന് പിന്മാറണം. ഇനിയാണെങ്കിലും നോട്ടീസ് അടിച്ച് പിന്മാറി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിൽക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് നിരാശ ഉണ്ടാകുമായിരിക്കും. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് നിരാശ ഉണ്ടാകുമായിരിക്കും. ചാക്കോച്ച, ഞാൻ ആ കഥ ഒന്നുകൂടെ പറയുക. അത് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇവരെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ചാക്കോച്ചന്റെ പാർട്ടിയിലെ നമ്മുടെ ജോസഫ് കെ നെല്ലുവേലി സാർ, അദ്ദേഹം പറഞ്ഞൊരു കഥ പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, തമാശയായിട്ട് ഞങ്ങളുടെ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, ഈ ദോശ ചുട്ടു കൊടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ദോശക്കല്ലേ മിച്ചം കാണുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒരു സീറ്റിന് ആഗ്രഹിച്ചതാണ്. ഞാൻ ഈ കുട്ടനാട്ടിൽ മുഴുവൻ ആളുകളുടെയും സീറ്റിന് വേണ്ടിയിട്ട് തർക്കിച്ചു. പിന്നെ ചാക്കോച്ചനുമായിട്ട് ഒരുപാട് വഴക്കുണ്ടായി. കേരള കോൺഗ്രസുമായിട്ട്, കേരള കോൺഗ്രസ് ജേക്കബുമായിട്ട് ഒക്കെ ഒത്തിരി കുസ്തി പിടിച്ചിട്ടാണ് ഒരു വിധത്തിൽ ഇത്രയൊന്നും എത്തിച്ചത്. അവസാനം വന്നപ്പോ എനിക്കൊരു സീറ്റില്ല. അപ്പോ എന്റെ ഇപ്പോഴാ ദോശക്കല്ല് മിച്ചമുണ്ട്. പക്ഷേ ഞാൻ ഒടുവിൽ പിന്നെ ആദ്യം നിരാശയുണ്ടായി. സത്യമാണ്, ഞാൻ തുറന്നു പറയുന്നത്, നിരാശയുണ്ടായി. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തു, അതിൽ നിന്ന് മോചനം നേടി. കാരണം എന്റെ ദൗത്യം പാർട്ടിയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും, മുന്നണിയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിന്ന് പോരാടുവാൻ ഞാൻ ആ നിമിഷം തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി അതിശക്തമായി രംഗത്തിറങ്ങുകയും ചെയ്തു. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഒരു കൊച്ചുകുട്ടിയുടെ കഥ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലപ്പുറം സ്വദേശിയായ ഒരു കൊച്ചുകുട്ടി ഇവിടെ ഈ മിൽമ ഉൾപ്പെടെ ഏറ്റെടുത്ത വലിയൊരു പരസ്യവാചകമുണ്ട്. എന്താണ്? ചിലവൾക്ക് റെഡിയാകും, ചിലവൾക്ക് റെഡിയാവൂല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ കാര്യം? ആ കുട്ടി ഒരു പത്തി ഉണ്ടാക്കാൻ, കടലാസ് കൊണ്ട് ഒരു പത്തി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അവൻ അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ഓൺലൈനിൽ കൂടി ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണ്. എനിക്കും ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, വേറെ വിഷയം. അപ്പോ ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം അവന്റെ ശ്രമം പരാജയപ്പെട്ടു. അവന്റെ ശ്രമം തോറ്റുപോയി. അവൻ പക്ഷെ എന്ത് പറഞ്ഞു? പിന്നെ ചിലവൾക്ക് റെഡിയാവും, ചിലവൾക്ക് റെഡിയാവൂല. എന്റെ അത് ശരിയായില്ല, പക്ഷേ എനിക്ക് കുഴപ്പമില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് അവൻ അതിൽ നിന്ന്, ആ നിരാശയിൽ നിന്ന് മോചനം നേടി. അടുത്തതിന് ശരിയാവും. ഒറ്റ മിനിറ്റ് കൊണ്ട് അവൻ അതിൽ നിന്ന്, നിരാശയിൽ നിന്ന് മോചനം നേടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സീറ്റിന് തീർച്ചയായിട്ടും ശ്രമിക്കുന്നവരുണ്ടാകും. സീറ്റ് കിട്ടിയെന്ന് വരും, കിട്ടാതെ വരും. പക്ഷേ ലഭിക്കാതെ വന്നാൽ അത് നിരാശയായി മാറാതെ, പകയായി മാറാതെ
പാർട്ടിയെ ശക്തിപ്പെടുത്താൻ, മുന്നണിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒത്തിരി തിരക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സ്ഥാനാർത്ഥി